LP-UP സിലബസ് ബേസ്ഡ് ക്ലാസ്സിലെ കേരള ചരിത്രം എന്ന ഭാഗത്തിലെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള വേലുത്തമ്പിയും പാളിയത്തച്ഛനും എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെയാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാളിയത്തച്ഛനും പ്രതിഷേധിച്ചത്. 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിനു മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ കെട്ടിത്തൂക്കി. പാളിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തി. പഴശ്ശിരാജ, വേലുത്തമ്പി, പാളിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചു. എന്നാൽ ജനകീയ ചെറുത്തുനിൽപ്പുകൾ തുടർന്നു. വേലുത്തമ്പി ദളവ ജനിച്ചതെന്ന്? ഉത്തരം 1765 മെയ് 6. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിപ്പിച്ചതാര്? ഉത്തരം വേലുത്തമ്പി ദളവ. വിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനാര്? ഉത്തരം വേലുത്തമ്പി ദളവ. ആരുടെ മൃതദേഹമാണ് ബ്രിട്ടീഷുകാർ തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ പരസ്യമായി തൂക്കിയിട്ടത്? ഉത്തരം വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നതെവിടെ? ഉത്തരം അടൂരിലെ മണ്ണടിയിൽ. കൊല്ലത്ത് ഹജൂർ കച്ചേരി അഥവാ സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത്? ഉത്തരം വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ ഏത് രാജാവിന്റെ ദിവാനായിരുന്നു? ഉത്തരം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. വേലുത്തമ്പി ദളവയുടെ തറവാട്ടുനാമം? ഉത്തരം തലക്കുളത്ത് വീട്. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിന്റെ ദിവാനായ വർഷം? ഉത്തരം 1802. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര്? ഉത്തരം വേലായുധൻ ചെമ്പകരാമൻ. വേലുത്തമ്പി ദളവയുടെ ജന്മദേശം? ഉത്തരം കൽക്കുളം. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോളനികൾ സ്ഥാപിച്ചതാര്? ഉത്തരം വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായതാര്? ഉത്തരം ഉമ്മിണിത്തമ്പി. ഏതു മഹാരാജാവിന്റെ മോഷണം പോയ സ്വർണപേടകമാണ് വേലുത്തമ്പി കണ്ടെടുത്ത് നൽകിയത്? ഉത്തരം ധർമ്മരാജാവിന്റെ. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം? ഉത്തരം നേപ്പിയർ മ്യൂസിയം. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി ഏത്? ഉത്തരം കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതാര്? ഉത്തരം വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റ്? ഉത്തരം കേണൽ മെക്കാളെ. ചങ്ങനാശ്ശേരി അടിമച്ചന്ത സ്ഥാപിച്ച ദിവാനാര്? ഉത്തരം വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത വർഷം? ഉത്തരം 1809. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം? ഉത്തരം തിരുവനന്തപുരത്തെ കണ്ണമ്മൂല. കൊച്ചിയിലെ പ്രധാനമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേര്? ഉത്തരം പാളിയത്തച്ഛന്മാർ. വേലുത്തമ്പി ദളവയുടെ പോരാട്ടങ്ങളെ സഹായിച്ച കൊച്ചി മന്ത്രി മുഖ്യൻ? ഉത്തരം പാളിയത്തച്ഛൻ. പാളിയത്തച്ഛൻ കൊച്ചി മന്ത്രി മുഖ്യനായിരുന്നപ്പോൾ കൊച്ചി റെസിഡന്റ്? ഉത്തരം കേണൽ മെക്കാളെ. പാളിയത്തച്ഛന്മാർ കൊച്ചിയിലെ പ്രധാനമന്ത്രിമാരായിരുന്ന കാലഘട്ടം? ഉത്തരം 1632 1809 ഇടക്ക്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ചതാര്? ഉത്തരം പാളിയത്തച്ഛൻ. പാളിയം കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന്റെ സ്ഥാനപ്പേര്? ഉത്തരം വലിയച്ഛൻ. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം പാളിയം സ്വത്തുക്കൾ വിട്ടുപോയതോടെ ബാക്കിയുള്ളവ നോക്കി നടത്താൻ നിയോഗിച്ച ട്രസ്റ്റ്? ഉത്തരം ഈശ്വര സേവാ ട്രസ്റ്റ്.